ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഒരാൾക്കാരെ കാണിക്കാൻ വന്നാണ് കേട്ടോ. അല്ല പഠിച്ചോനെ, എൻ്റെ സുന്ദരി പ്രസവിച്ചു മക്കളെ. ഞാൻ മിലിഞ്ഞാന്നാണ് ഓളുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായി. എൻ്റെ സുന്ദരി ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അവൾ രാവിലെ നേരത്തെ വന്ന് കരയുന്നുണ്ടായിരുന്നു കേട്ടോ വാതിലിക്കൽ. പിന്നെ നോക്കിയപ്പോൾ അവളെ കാണാനേ കിട്ടിയില്ല. ഇന്നലെ കംപ്ലീറ്റ്ലി അവളെ കാണുന്നില്ല. അപ്പോൾ ഇന്ന് വന്നപ്പോൾ അവളുടെ വയറൊക്കെ അയഞ്ഞിരിക്കുന്നു. അയഞ്ഞിരിക്കുന്ന ഭയങ്കര വിശപ്പ്. അപ്പോൾ ഞാൻ ഇച്ചിരി പാലും ഫുഡൊക്കെ കൊടുത്തിട്ട് അവളെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു സുന്ദരി. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇവളെവിടെയോ സ്റ്റേ ചെയ്യുന്നുണ്ട്, ഈ കിടക്കണുണ്ട് എന്നൊരു സംശയം കേട്ടോ. അപ്പം ഞാൻ ഒന്ന് നോക്കുമ്പോണ്ടേ നമ്മുടെ ഞാനിരിക്കണ വീടിൻ്റെ തൊട്ടൊരു ഷെഡ് എന്ന് പറയാറില്ലേ, ആ ഷെഡാണ്. അവിടെ സേഫായിട്ട് പ്രസവമൊക്കെ കഴിഞ്ഞ് ഇതാ 3 മക്കളുണ്ട്. അപ്പോൾ ഇല്ല പൊന്നെ ഇതാ 3 മക്കൾ കേട്ടോ. ഇത്രയും കുഞ്ഞു മക്കളെ ഞാൻ കണ്ടിട്ടില്ല ബേസ്, സത്യമായിട്ട് ഇത്രയും കുഞ്ഞു മക്കളെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ലപ്പാ ശരി. പാല് കൊടുക്ക് സുന്ദരിയെ. ഇവിടെ 2 കുഞ്ഞാപ്പികളുണ്ട്. അപ്പോൾ ഇവിടെ 2 കുഞ്ഞാപ്പികൾ കിടക്കുന്നുണ്ട്. വെച്ച് കാണിച്ചു തരും സുന്ദരിപ്പാ. നമ്മളെടുത്ത് നോക്കട്ടെ സുന്ദരി. ഇല്ല അവള് തൊടാൻ വിടുന്നില്ല കേട്ടോ. ഇല്ല സുന്ദരി ഇല്ലപ്പാ. അപ്പോൾ ഇതിന് അടിയിലും 2 കുഞ്ഞു മക്കൾ കിടപ്പുണ്ട് കേട്ടോ. ഇതിന് അടിയിൽ അവള് സമ്മതിക്കുള്ള തൊടാനേ. അപ്പോൾ 3 കുട്ടികളേ ഉള്ളൂ കേട്ടോ. ഞാൻ 5-6 മക്കളുണ്ടാവുമെന്ന് കരുതി. അപ്പോൾ 3 മക്കളേ ഉള്ളൂ. ഈ ഒരു കളറ്, പിന്നെ ഒരു വൈറ്റ് കളറാണ്. ഈ ഒരു വൈറ്റ് കളറ്, പിന്നെ അവളെ പോലെ തന്നെ 2 മിക്സായിട്ട് അങ്ങനെ കാണുന്നുണ്ടോ? വാലിൻ്റെ അടിയിലാണ് കിടക്കുന്നത്. അവൾ പുറത്തേക്ക് കിടക്കാൻ സമ്മതിക്കുന്നില്ല. ശരി, കിടക്കട്ടെ. അപ്പോൾ ഇന്നാണ് പ്രസവിച്ചെന്നാണ് തോന്നണേ, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ സേഫ് ഇവിടെയാണ്. കാരണം ഇനി അങ്ങോട്ട് എനിക്ക് മാറ്റാൻ കഴിയാത്ത അവസ്ഥ. എനിക്ക് എൻ്റെ വീട്ടിലേക്ക് മാറ്റിക്കൊണ്ടുപോകണമെന്ന്. നമ്മുടെ വീടിന് തൊട്ട് തന്നെ എനിക്കെന്നും നോക്കാൻ പറ്റും. മാറ്റിക്കഴിഞ്ഞാലേ പട്ടിയും വേറെ പൂച്ചകളൊക്കെ പോരണതാ. അപ്പോൾ എന്തെങ്കിലും ഉപദ്രവിക്കുമോ എന്നുള്ളൊരു പേടി. അപ്പം മക്കൾ ഇവിടെ തന്നെ കിടന്നോട്ടെ. കണ്ടോ? ഇല്ല കുഞ്ഞാപ്പി മക്കളെ ഒന്ന് കാണിച്ചോട്ടെ. ഇതാണ്ടാ അവർ 2 കൂടി ചുരുണ്ട് കിടപ്പാണ്. അടുത്ത ലൈവിൽ നേരെ അടുത്ത വീഡിയോസിൽ നേരെ കാണിക്കാൻ പറ്റുമോ നോക്കട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവിടെ കിടപ്പുണ്ട്. ഞാൻ ഓൾക്ക് ഇച്ചിരി പാല് അവിടെ നിന്ന് അവൾ കുടിച്ചു. ഇച്ചിരി കൂടി പാല് വേണം, ഞാൻ കുടിക്കട്ടെ. എന്തെങ്കിലും ചോറ് കൊടുക്കണം. നല്ല വിശപ്പ്, ഈ സമയത്ത് നല്ല വിശപ്പുണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ. അപ്പോൾ കാണിക്കാൻ വേണ്ടി ഓടിപ്പോകുന്നതാണ് കേട്ടോ. ബൈ.